Good evening. Today we are going to discuss environmental imagination. We already talked about Lawrence Bowell, an American literary scholar, and his contributions to the field of ecocriticism. So Lawrence Bowell, he believes that the treatment of the environment in literature was dichotomous in its approach. Okay, so what is meant by dichotomous? So that means there are two approaches. അല്ലെങ്കിൽ എന്താ പറയുക, രണ്ടായി തരംതിരിക്കുക എന്ന് പറയില്ല. അപ്പം അദ്ദേഹം പറയുന്നത് ലിറ്ററേച്ചർ എൻവയോൺമെൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നതിനെ നമുക്ക് രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ടായി തരംതിരിക്കാം. On one hand, it reduces the environment as an ideological concept, subservient, which means obedient, to human interest by means of selective representation. Okay, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്, വിച്ച് ഈസ് ഒബീഡിയൻറ്റ് ടു ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ ഹ്യൂമൻ ഇൻട്രസ്റ്റിനെ അനുസരിച്ച് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അനുസരിച്ചാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണ്? ദ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസസ് ഇമാജിനേഷൻ ആൻഡ് ജനറേറ്റ്സ് എൻവയോൺമെൻറ്റൽ കോൺഷ്യസ്നെസ്. അതായത് എൻവയോൺമെൻറ്റ് നമ്മുടെ ഇമാജിനേഷനെ അല്ലെങ്കിൽ നമ്മുടെ ലിറ്റററി ഇമാജിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ ഒരു നമ്മളറിയാതെ തന്നെ ഒരു കോൺഷ്യസ്നെസ് റിഗാർഡിങ് നേച്ചർ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ട്വലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിലുള്ള എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ നെറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് ദ എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ, തോറോ നേച്ചർ റൈറ്റിംഗ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് അമേരിക്കൻ കൾച്ചർ, ജസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1995. He argues that environment plays a very important role in a literary text in many ways. So he also advocates a new way of reading text. For what? To trace environmental imagination in them. അതായത് നമ്മൾ ആ ലിറ്റററി ടെക്സ്റ്റിനെ വായിച്ച് അതിലെങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായി അദ്ദേഹം 4 പുതിയ രീതികളാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് the non-human environment is present not merely as a framing device but as a presence which suggests that human history is implicated in natural history. അതായത് നോൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരു ഫ്രെയിമിംഗ് ഡിവൈസ് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. പിന്നെ എന്താണ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്? അത് അതിൻ്റെ പ്രസൻസ് മറ്റൊന്നുകൂടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ദാറ്റ് ദ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇംപ്ലിക്കേറ്റഡ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി. ദ സെക്കൻഡ് പോയിന്റ്, by analyzing the text, he understood that these points are articulated in certain texts. Okay, so human interest is not understood to be the only legitimate interest. Human accountability to the environment is part of the text ethical orientation. അതായത് ഒരു ടെക്സ്റ്റ് ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഹ്യൂമൻസ് ആർ ഓൾസോ റെസ്പോൺസിബിൾ എന്നുള്ളത് അവർ പോർട്രേ ചെയ്യണം. ദാറ്റ്സ് എൻ എത്തിക്കൽ കൺസേൺ എന്ന് അദ്ദേഹം പറയുന്നു. So some sense of the environment as a process rather than as a constant or a given is at least implicit in the text. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് മാറ്റം സംഭവിക്കാവുന്ന അല്ലെങ്കിൽ നശിക്കാവുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എന്നും നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ളൊരു അവബോധം കൂടെ പല ടെക്സ്റ്റുകളും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. So he places place as central in his formulation of the environmental imagination. ഓക്കെ, അതായത് അദ്ദേഹം പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ ഒരു സെൻറ്റർ പൊസിഷൻ കൊടുത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പ്ലേസ്. അതുപോലെ തന്നെ ഹി കാറ്റഗറൈസസ് ദ നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് ഓഫ് തോറോ ആൻഡ് അതർ റൈറ്റേഴ്സ് വിത്ത് ഡീപ്പ് എക്കോളജിസ്റ്റ് വ്യൂ ആസ് പ്ലേസ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമാജിനേഷനിലെ സെൻറ്റർ പൊസിഷനുള്ള ഒരു ടേമാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് എഴുതുന്ന തോറോ അതുപോലുള്ള മറ്റു റൈറ്റേഴ്സിനെ അദ്ദേഹം വിളിക്കുന്ന പേരാണ് പ്ലേസ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, ഹി സേസ് ദാറ്റ് എൻവയോൺമെന്റൽ ടെക്സ്റ്റ് ദെൻ പ്രാക്ടീസ് restorationism by calling places into being, that is not just by naming objects but by dramatizing in the process how they matter. So അദ്ദേഹത്തിന്റെ അപ്രോച്ചിനെ we can qualify, it can be categorized as ecocentric or biocentric, and it is totally against anthropocentrism. You already know what is anthropocentrism, ecocentric എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് already you know. അപ്പോൾ അത് I don't think there is a need to explain all these terms again. പിന്നെ anthropocentrism എന്താണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്നും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി അദ്ദേഹം ഒരു വെൽ ഡിഫൈൻഡ് മെത്തഡോളജി സജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു
കോൺട്രിബ്യൂഷനെ നമുക്ക് they can be termed അല്ലെങ്കിൽ categorized as a pioneering in the field. So by developing a new imagination and sensibility, new environmental imagination and sensibility for environmental writing, he examines how the environment is treated and represented culturally and ideologically in literature. So the pastoral is taken to exemplify the novel nature of representation. അതായത് രണ്ട് തരത്തിലാണ് നമ്മൾ എൻവയോൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്? ഐഡിയോളജിക്കൽ, ദെൻ eco-critical. Okay, so he argues that it is imperative, which means crucial, to cultivate a way of environmental or green reading. അത് നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ഗ്രീൻ റീഡിംഗ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഡയറക്റ്റ് ആൻഡ് ആക്ച്വൽ റിലേഷൻ ബിറ്റ്വീൻ ഇമാജിനേഷൻ ആൻഡ് എൻവയോൺമെന്റ്. അതായത് നമ്മുടെ ഒരു എൻവയോൺമെന്റൽ ഇമാജിനേഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഹാവ് എ എന്താ പറയുക ഒരു ഗ്രീൻ റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദ ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് ബവൽ ടു എൻവയോൺമെന്റ് ക്രിറ്റിസിസം ഈസ് ദാറ്റ് ഹി സബ്ജക്ട്സ് നോൺ ഫിക്ഷണൽ വർക്ക്സ് ടു ലിറ്റററി സ്റ്റഡി. He also explores the tradition of environmental imagination in the non-fictional writings of the American writers like Henry David Thoreau, is a very famous writer, Aldo Leopold, Rachel Carson, Edward Abbey, and others. So Lawrence Bowell can be truly called as a pioneer in the field of environmental imagination. So now we are moving to another concept, ecofeminism. അപ്പോൾ എക്കോഫെമിനിസം എന്നുള്ള വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അല്ലേ. അതായത് എക്കോക്രിറ്റിസിസം പ്ലസ് ഫെമിനിസം. പക്ഷേ യഥാർത്ഥത്തിൽ ഫെമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എക്കോഫെമിനിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ എ മൂവ്മെന്റ്. ആൻഡ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിമേസ് എന്താണെന്ന് പറഞ്ഞാൽ ദേ ബിലീവ് ദാറ്റ് ഓൾ ദ പാട്രിയാർക്കൽ സിസ്റ്റംസ് ഓഫ് ഡോമിനേഷൻ ആൻഡ് ഓപ്രഷൻ ഓഫ് വുമൺ ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി സിസ്റ്റംസ് ഓഫ് ഡോമിനേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. അതായത് സ്ത്രീകളെ ഒപ്രസ് ചെയ്യുകയും അവരെ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സെയിം പാട്രിയാർക്കൽ സിസ്റ്റമാണ് നേച്ചറിനെയും ഡോമിനേറ്റ് ചെയ്യുന്നതും നശിപ്പിക്കുന്നതും എന്നാണ് എക്കോഫെമിനിസത്തിന്റെ ഒരു ഫിലോസഫി. So they argue that there is a strong parallel that exists between the oppression of the women in families and societies and the degradation of nature. അതായത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഫാമിലീസിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തുന്നത് അവരുടെ ഒരു ഒപ്രഷൻ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാം. അതേപോലെ തന്നെ ഒരു നേച്ചറിനെ നശിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് ആ കണക്ഷൻ? ബിക്കോസ് ഇത് രണ്ടും ചെയ്യുന്നത് ആരാണ്? ബോത്ത് ആർ ഡൺ ബൈ മെൻ എന്നുള്ളതാണ്. ആ പുരുഷന്മാരാണ് സ്ത്രീകളെ നശിപ്പിക്കുന്നത്, പുരുഷന്മാർ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് മുൻപോട്ട് വന്ന ഒരു തിയറാണ് എക്കോഫെമിനിസം. ഇനി അതിന് കുറച്ച് പാട്ടും കൂടി ഉണ്ട്, അത് നമുക്ക് നാളെ ഡയറക്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.